എല്ലാവർക്കും എൻ്റെ വിനീത നമസ്കാരം. ലോകം കടുത്ത ആശങ്കയിലൂടെ കടന്നു പോവുകയാണ്. ഇറാൻ, അമേരിക്ക, ഇസ്രയേൽ സംഘർഷങ്ങൾ ഒരു ലോകമഹായുദ്ധത്തിലേക്ക് വഴുതി വീഴുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. ലോകം മുഴുവൻ ഒരുപോലെ ആശങ്കയിലാണ്. അമേരിക്ക കുറ്റപ്പെടുത്തുന്നവരുണ്ട്, ഇറാനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട്, പക്ഷം പിടിച്ച് സംസാരിക്കുന്നവരുണ്ട്. എന്നാൽ എന്താണ് ഇതിൻ്റെയൊക്കെ അടിസ്ഥാന കാരണം? പരമാധികാര രാഷ്ട്രത്തിൽ കയറി പ്രശ്നങ്ങളുണ്ടാക്കി അവിടുത്തെ ഭരണത്തെ തച്ചുടച്ച് തങ്ങൾക്കിഷ്ടപ്പെട്ട പാവ സർക്കാരുകളെ നിയമിക്കുക എന്നുള്ള അമേരിക്കയുടെ ഒരു നയത്തെ പലരും ഇവിടെ വിമർശിക്കുന്നുണ്ട്. ലോക ചരിത്രം മുഴുവനും ഇതുതന്നെയാണ്. കയ്യു കൊള്ളവനാണ് കാര്യക്കാരൻ. എല്ലായിടത്തും അതുതന്നെ. അമേരിക്ക ഈ കാര്യത്തിൽ മുൻപിട്ടിറങ്ങുന്നത് കൊണ്ട് അവരെ എല്ലാവരും ലോക പോലീസെന്നും തെമ്മാടി രാഷ്ട്രമെന്നും ഒക്കെയാണ് അഭിസംബോധന ചെയ്യുന്നത്. എന്നാൽ ഈ അമേരിക്ക ഇല്ലാതിരിക്കുന്ന അമേരിക്കയെപ്പോലെ സ്വന്തം പോക്കറ്റിലെ കാശെടുത്ത് കളിക്കാൻ ധൈര്യമില്ലാത്ത അങ്ങനെ അമേരിക്ക പോലെ രാജ്യം ഇല്ലായിരുന്നെങ്കിൽ എന്തായിരുന്നേനും സ്ഥിതി, അത് നിങ്ങൾക്ക് വിട്ടുതരികയാണ്. നമുക്കറിയാം, ISIS ലോകത്തുള്ള പല ഭീകര സംഘടനകളും അവരെയൊക്കെ ഒരു വിധം ചെക്ക് ചെയ്യാൻ അമേരിക്കയെ കൊണ്ട് സാധിക്കത്തുള്ളായിരുന്നു. സദാം ഹുസൈനെ ചെക്ക് ചെയ്യാൻ, അതിന് സദാമിനെ തോൽപ്പിക്കാൻ പല പല അടവുകളൊക്കെ പ്രയോഗിച്ചു. അതൊക്കെ യുദ്ധത്തിൽ ഉള്ള അടവുകളാണ്. എല്ലായിടത്തും അടവുകളുണ്ടല്ലോ. അടവുകളാണ് ഈ ലോകം മുഴുവനും നടന്നുകൊണ്ടിരിക്കുന്നത്. കയ്യൂക്കുള്ളവൻ കാര്യക്കാരൻ എന്നുള്ളത് ലോക ചരിത്രത്തിൻ്റെ ഒരു സ്വഭാവമാണ്. 1945 രൂപം കൊണ്ട രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ലോകത്തിലെ രാജ്യങ്ങളെല്ലാം, ഏതാനും രാജ്യങ്ങൾ കൂടി തീരുമാനിച്ചു, ഇനിയൊരു യുദ്ധം ഉണ്ടാകരുത്, നമ്മൾ പരസ്പരം സഹകരണത്തോടെ നിൽക്കണം, വലിയ നഷ്ടങ്ങളാണ് ഉണ്ടാകുന്നത്, ലോകത്തിൻ്റെ മേൽ ഇനിയൊരു യുദ്ധം അടിച്ചേൽപ്പിക്കരുത് എന്നുള്ള ധാരണ കൊണ്ട് അന്നത്തെ ദീർഘദൃഷ്ടിയുള്ള അല്ലെങ്കിൽ മനുഷ്യസ്നേഹികളായ ചില നേതാക്കന്മാരെല്ലാം കൂടി ആലോചിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു പ്രസ്ഥാനമാണ് UN. എന്നാൽ ഇന്ന് അതിൻ്റെ സ്ഥിതി വളരെ പരിതാപകരമാണ്. അവരന്ന് ഉണ്ടാക്കുമ്പോൾ UN ചാർട്ടറിൽ ഒരു പ്രത്യേക വിഭാഗമുണ്ടായിരുന്നു. മറ്റൊരു പരമാധികാര രാഷ്ട്രത്തിൽ കയറി ആരും അവിടുത്തെ ഭരണം മറിച്ചിടാൻ ശ്രമിക്കരുത്, അത് മര്യാദയല്ല എന്ന് ഒരു ധാരണ ഉണ്ടാക്കിയിരുന്നു. എന്നാൽ അതൊന്നും നടക്കുകയില്ല. കാരണം ലോകത്തിലൊരു നിയമമേ ഉള്ളൂ, അത് കയ്യൂക്കുള്ളവൻ കാര്യക്കാരെന്നുള്ള നിയമമാണ്. അതെല്ലായിടത്തും അങ്ങനെ തന്നെ. നമ്മുടെ ഇന്ത്യയിൽ അങ്ങനെ തന്നെ ആയിരുന്നല്ലോ. കഴിവുള്ളവനെല്ലാം തന്നെ അടിച്ചമർത്തി ചവിട്ടി തേച്ച് തൂത്ത് അധോവൽക്കരിച്ചതിന് ശേഷം പാർശ്വവൽക്കരണം എന്നുള്ള ഓമന പേരിട്ട് വിളിക്കുന്ന ഒരു 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 പ്രത്യേക ഒരു അവസ്ഥാവിശേഷം ഉണ്ടല്ലോ. അതിനെപ്പറ്റി ഇപ്പോൾ ഇവിടെ പറയുന്നില്ല. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് ഇറാനെ ഇതുപോലെ അമേരിക്ക ബ്ലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്? സത്യത്തിൽ അമേരിക്ക അവിടുന്ന് ഈ ജൂണിലെ യുദ്ധത്തിന് ശേഷം, ഇതിന് മുൻപ് ഒരു 12 ദിവസത്തെ യുദ്ധം ഉണ്ടായിരുന്നല്ലോ, ഇസ്രയേലും ഇറാനും കൂടി ഇസ്രയേലിനെ കൊണ്ട് അടിപ്പിച്ചതാണ്. മനഃപൂർവ്വം നിവൃത്തിയില്ലാത്തതുകൊണ്ട് ഇസ്രയേൽ അടിച്ചതാണ്. ആ അടിയുടെ പാരമ്യത്തിൽ അടി മൂത്ത് കഴിഞ്ഞപ്പോൾ ട്രംപ് പറഞ്ഞു ഗവനിയെ വിട്ടേക്കാൻ പറഞ്ഞു. ഇറാൻ്റെ ആ മത നേതാവിന്, ആ ഭരണാധികാരിയുടെ ജീവന് ട്രംപിനോട് കടപ്പെട്ടിരിക്കുന്നു. ട്രംപ് വിചാരിച്ചു ഇയാളോട് പറഞ്ഞാൽ ഇങ്ങനെ ഇയാളെ രക്ഷിച്ചെടുത്തതല്ലേ, അപ്പോൾ ഇയാളോട് പറഞ്ഞാൽ ഇയാൾ ഒരു മേശയ്ക്ക് ചുറ്റും വന്നിരുന്ന് ആണവ സംബന്ധമായ ചർച്ചകൾ നടത്തി ഒരു ആണവ നിർവ്യാപന കരാർ എന്നാണ് അതിന് പറയേണ്ടത്. അതായത് ആണവായുധം ഇവരുണ്ടാക്കുന്നില്ല എന്നുള്ള അത് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. അവരുടെ മറ്റേ പരീക്ഷണങ്ങൾ, അവരുടെ കണ്ടുപിടുത്തങ്ങൾ എല്ലാം പരിശോധിക്കാൻ ഒരവസരം ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി കമ്മീഷന് കൊടുക്കും എന്ന് ട്രംപ് ദിവാസ്വപ്നം കണ്ടിരുന്നു. എന്നാൽ ഒരു മതനേതാവല്ലേ, അത് പ്രത്യേകിച്ച് ഖമേനി, അയാൾ ഒഴിയുമോ? അയാൾ ഒരിക്കലും
പറഞ്ഞില്ല, അതിനെ അയാൾ ശ്രമിച്ചില്ല. അങ്ങനെ അയാളെ വീണ്ടും ഒരു മേശയുടെ ചുറ്റും കൊണ്ടുവരാൻ വേണ്ടിയാണ് ഈ കപ്പൽപ്പടയെല്ലാമായിട്ട് വലിയ ഫ്ലീറ്റായിട്ട് ഈ സമുദ്രങ്ങളിൽ വന്ന് തമ്പടിച്ചിരിക്കുന്നത്. ഒരു യുദ്ധം ഒരിക്കലും ട്രംപ് പ്രതീക്ഷിക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. പക്ഷേ നമ്മുടെ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ തള്ളുന്നവരിരുന്നങ്ങ് തള്ളുകയാണ്, ഇന്ന് യുദ്ധം നാളെ യുദ്ധം. പരമാവധി യുദ്ധം ഒഴിവാക്കാനാണ് ട്രംപ് ശ്രമിക്കുന്നത്. ട്രംപ് ഒരു യുദ്ധത്തിന് വേണ്ടിയല്ല എബ്രഹാം ലിങ്കണെ കൊണ്ടുവന്നത്, ഒരു ഭീഷണിപ്പെടുത്താനാണ്. പക്ഷേ ആ ഭീഷണിയിൽ നമ്മുടെ ഗവനയെ വീഴുമോ എന്നുള്ളത് കാത്തിരുന്ന് കാണണം. നിവൃത്തിയില്ലെങ്കിൽ അടിക്കും. അത് ഈ പറയുന്ന പോലെയല്ല, അവർക്ക് 1000 മിസൈലുകളുണ്ട്, അതുണ്ട് ഇതുണ്ട് എന്നൊക്കെ പറയാം, ആറ്റം ബോംബുണ്ട്, ഇതെല്ലാം അതിന് അടി തുടങ്ങി കഴിയുമ്പം പത്തി മടക്കും. ഇപ്പോഴത്തെ അവരുടെ സിറ്റുവേഷൻ അനുസരിച്ച് ആകാശം കംപ്ലീറ്റ് അവരുടെ കയ്യിൽ നിന്ന് പോയി. അതായത് ആർക്കും കയറി അവിടെ എന്തും ചെയ്യുക, ആകാശത്ത് കയറി. പിന്നെ കുറച്ച് മിസൈലുണ്ട്, ആ മിസൈലിൻ്റെ ലോഞ്ചിങ് പാഡും ആ മിസൈലിൻ്റെ സ്റ്റോക്ക് ചെയ്തിരിക്കുന്ന സ്ഥലവും കണ്ടെത്തിക്കഴിഞ്ഞാൽ പിന്നെ ഗമനയും ഒന്നുമില്ല. അതാണ് വാസ്തവം. അത് ചെയ്യാതിരിക്കാൻ മാത്രമല്ല, ഒരു യുദ്ധം ഉണ്ടായിക്കഴിയുമ്പോൾ അവിടെയുള്ള പാവപ്പെട്ട ജനങ്ങൾ ഇപ്പം തന്നെ 10-15,000 പേരെ അയാൾ വെടിവെച്ച് കുത്തിയും തൂക്കിയെല്ലാം കൊന്നിട്ടുണ്ട്. ഇനി കൊല്ലാൻ ആവശ്യത്തിന് ആളുകളെ പിടിച്ചിട്ടിട്ടുണ്ട് ജയിലിൻ്റെ അകത്ത്. അതാണ് ഇപ്പോഴത്തെ അവിടുത്തെ സിറ്റുവേഷൻ. അപ്പം നമുക്ക് എന്തുകൊണ്ടാണ് ഇത്രമാത്രം ഇവർ തമ്മിൽ വൈരാഗ്യമുണ്ടായത്? ചുരുക്കി പറഞ്ഞാൽ 1930കളിൽ പെട്രോൾ അതായത് എണ്ണ അവിടുന്ന് കുഴിച്ചെടുക്കുന്നു. അന്നത്തെ ലോക സാഹചര്യം, ലോകം പുരോഗമിക്കുകയാണ്, കാർ കമ്പനികൾ തുടങ്ങുന്നു, ലോറികൾ, ബസ്സുകൾ, അങ്ങനെ മോട്ടോർ വാഹന വ്യവസായം കുതിച്ചു വരുമ്പോൾ അതിനാവശ്യമുള്ള എണ്ണ, അത് ഡീസലാണേലും പെട്രോളാണേലും ഏവിയേഷൻ സ്പിരിറ്റ് ആണേലും എല്ലാം കിട്ടുന്നത് ഇവിടെ ഇറാനിൽ നിന്നാണ്. ആദ്യമായിട്ടാണ് ഇറാനിലാണ് ആദ്യം നമ്മൾ എണ്ണ കണ്ടെത്തുന്നത്. ഈ എണ്ണ കണ്ടെത്തി ഇത് പരിവേഷണം നടത്തി കണ്ടെത്തി കഴിഞ്ഞപ്പോൾ ഇത് ശുദ്ധീകരിക്കാൻ ആരുമില്ല, ഇത് റിഫൈൻ ചെയ്യണം. റിഫൈൻ ചെയ്യാനുള്ള സംവിധാനം ഒന്നും ഇവർക്കില്ല. പിന്നെ അത് ആർക്കാണ് ഉള്ളത്? ബ്രിട്ടീഷുകാർക്കാണ് ഉള്ളത്, ബ്രിട്ടൻ. അവരെന്തു ചെയ്തു? ഞങ്ങളിത് റിഫൈൻ ചെയ്ത് ഞങ്ങൾ നിങ്ങൾക്കും കുറച്ച് തരാം, പിന്നെ ഇതിൻ്റെ ലാഭത്തിൻ്റെ ഒരു 16% നിങ്ങൾക്ക് തരാം. ഈ എണ്ണ മുഴുവനും ബ്രിട്ടനും അടിച്ചുകൊണ്ട് പോയി, അമേരിക്കയും കുറച്ച് കിട്ടി. അങ്ങനെ രണ്ടാം ലോകമഹായുദ്ധം കഴിഞ്ഞപ്പോഴത്തേക്ക് സംഗതി ആകെപ്പാടെ വഷളായി തുടങ്ങി. അങ്ങനെ ഒരു രാജാവ് അവിടെ വന്നു. ആ രാജാവ് ജനങ്ങളുടെ ക്ഷേമം നോക്കാതെ ഭരിച്ചതിൻ്റെ അനന്തരഫലമായിട്ട് മതപരമായ ചില പ്രബോധനങ്ങളുടെ അടിസ്ഥാനത്തിൽ അള്ളാഹു കൊടുത്ത ഭൂമിയാണ്, ഇവിടെ അല്ലാത്തവരിവിടെ ജീവിക്കേണ്ട എന്ന് പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി ജനങ്ങളെ കുത്തിത്തിരിച്ച് അങ്ങനെ അവിടെ 1979 ഒരു വിപ്ലവം ഉണ്ടാകുന്നു. രാജാവ് നാട് വിടുന്നു. ഖമനയി എന്ന് പറയുന്ന ആൾ പ്രവാസ ജീവിതം നയിക്കുകയായിരുന്നു, പേടിച്ച് ഫ്രാൻസിൽ. അവിടുന്ന് പുള്ളി വിമാനത്തിൽ വന്നിറങ്ങുന്നു, പുള്ളി ഭരണം ഏറ്റെടുക്കുന്നു. ഏറ്റെടുത്തതിന് ശേഷം ഇവർ ചെയ്ത ഏറ്റവും വലിയൊരു പ്രശ്നം, അമേരിക്ക അവിടെ ചെയ്തു, അത് ശരിയാണ്. പക്ഷേ അവർ ഒരു വലിയ നിയമലംഘനം നടത്തി. അതായത് അതും UN ചാർട്ടറിലുള്ളതാണ്, അത് പാടില്ലാത്തൊരു കാര്യമാണ് ചെയ്തത്. 444 ദിവസം ഏകദേശം 44 പേരെ, അത് എംബസി ഉദ്യോഗസ്ഥരെ 444 ദിവസം, 365 ദിവസമാണ് ഒരു വർഷം, നമുക്കറിയാമല്ലോ. അപ്പോൾ ഒരു വർഷത്തിലധികമുള്ള സമയം ഈ 44 അവരെ തടവിൽ വെച്ചുകൊണ്ട് അമേരിക്കയുമായി വെല്ലുവിളി നടത്തി. അവർക്ക് ഇവരെ മോചിപ്പിക്കാൻ ഒക്കാത്ത ഒരു സാഹചര്യം. അന്ന് ഇത്രമാത്രം ഈ സ്ട്രാറ്റജി ഒന്നും വളർന്നിട്ടില്ല. അപ്പം കുറച്ച് വിദ്യാർത്ഥികളാണെന്ന് പറഞ്ഞ് ഇവരെ തടഞ്ഞു വെച്ചിരിക്കുക. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയ 444 ദിവസം എംബസി ഉദ്യോഗസ്ഥരെ തടഞ്ഞു വയ്ക്കുക. എന്തിനാണ്? അവർക്ക് ഭരണം കിട്ടിക്കഴിഞ്ഞു. അപ്പോൾ അമേരിക്ക പാഠം പഠിപ്പിക്കുകയാണ്. അന്ന് മുതൽ തുടങ്ങിയ പണിയാണ് ഇറാനിട്ട് അമേരിക്ക. അവരുടെ ദാരിദ്ര്യം കൊണ്ട് പൊറുതിമുട്ടുകയാണ്. ലോകത്തിലെ എണ്ണ സമ്പന്നമായ 10 രാജ്യങ്ങളിൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഒരു രാജ്യമാണ് ഇറാൻ. പക്ഷേ ഇന്ന് ലോകത്തിൽ വെള്ളമില്ല, വെളിച്ചമില്ല, നല്ല റോഡുകളില്ല, നല്ല ആശുപത്രിയില്ല, നല്ല യൂണിവേഴ്സിറ്റികളില്ല, നല്ല തൊഴിൽശാലകളില്ല, തൊഴിൽദായകരില്ല. അങ്ങനെ വെറും 6-ാം നൂറ്റാണ്ടിലെ ജീവിതം നയിക്കുന്ന അത്തരം കുപ്പായങ്ങളൊക്കെ ഇട്ടുകൊണ്ട് നടക്കുന്ന ഒരു ഇറാനെയാണ് നമുക്ക് കാണാൻ ഒക്കുന്നത്. അപ്പം ഈ ഇറാനെ ഇതുപോലെ സമ്മർദ്ദത്തിലാക്കി ചില നിരോധനങ്ങളൊക്കെ ആക്കി അവരുടെ എണ്ണ വിൽക്കാൻ, അവർക്കുള്ള ആകെപ്പാടെയുള്ള സമ്പത്ത് എണ്ണയാണ്.
എണ്ണ വിൽക്കാനും എണ്ണയും നാച്ചുറൽ ഗ്യാസും ഇതാർക്കും കൊടുക്കാതിരിക്കാൻ അവർ നിരോധനം ഏർപ്പെടുത്തി, സാങ്ഷൻ ഏർപ്പെടുത്തി അമേരിക്ക. എല്ലാ രീതിയിലും എല്ലാ ലൂപ്പ് ഹോളും അടച്ചെങ്കിലും കുറച്ചൊക്കെ വിറ്റോളാൻ പറഞ്ഞിട്ട് അത് അനുവദിക്കുകയാണ്. കാരണം ജനങ്ങൾക്ക് ഭക്ഷണം വേണമല്ലോ. പക്ഷേ ഈ ഖമനേയി എന്താ ചെയ്തെന്ന് ചോദിച്ചാൽ, ഇതിന് അദ്ദേഹം ഖുറാനിലൊരു കാര്യമുണ്ട്. അറേബ്യൻ ഭൂഖണ്ഡത്തിലും ആ പ്രദേശത്തെ ജൂതന്മാരെ അവിടുന്ന് നിഷ്കരണം കൊന്നു തള്ളിയേക്കണം, അല്ലെങ്കിൽ അവരെ അടിമകളാക്കണം. ജസിയ എന്ന കരം വാങ്ങിക്കൊണ്ട് അവരെ അടിമകളാക്കണം എന്ന് ഖുറാനിൽ പറയുന്നുണ്ട്. അപ്പോൾ ഇത് പുള്ളി ശിരസാ വഹിച്ചുകൊണ്ട് പുള്ളി ഏകദേശം 5ഓളം പ്രോക്സികളെ, 5ഓളം മിലിറ്റൻസ് ഗ്രൂപ്പിനെ, എന്തും ഏതിനും തയ്യാറായ മിലിറ്റൻസ് ഗ്രൂപ്പിനെ പൈസ കൊടുത്ത്, ആയുധം കൊടുത്ത്, അവർക്ക് വേണ്ടിയുള്ള ചെലവുകൾ കംപ്ലീറ്റ് എടുത്ത് 10,000 ഏകദേശം ഒരു 3,400,000 ആളുകൾ വരും ഈ 5 ഈ സായുധ സംഘങ്ങൾ, ഈ മിലിറ്റൻസ്, ഈ ഭീകര സംഘങ്ങളിൽ. അതായത് നമുക്കറിയാം ഹിസ്ബുള്ള, ഹൂതികൾ, ഹമാസ്, പിന്നെ സിറിയയിലും ഇറാഖിലും ഉള്ള ചെറിയ ചെറിയ മിലിറ്റൻസ് ഗ്രൂപ്പുകൾ. ചെറുതല്ല, അവർക്കെല്ലാം ഈ എണ്ണ കട്ടുവിറ്റ്, അതായത് അമേരിക്ക കാണാതെ കട്ടുവിക്കുകയല്ല, അവരുടെ സ്വന്തം എണ്ണ അവർ ഒളിച്ച് കടത്തുന്നത് ചൈനയിലേക്ക് കടത്തും. നമ്മൾ ഇന്ത്യ കുറച്ച് വാങ്ങുന്നുണ്ട്, ഇന്ത്യ നമ്മൾ പരസ്യമായിട്ടാണ് വാങ്ങുന്നത്. അങ്ങനെ ഇന്ത്യ മേടിക്കുന്നതിന് സാങ്ഷനൊന്നും ഇല്ലായിരുന്നു. അപ്പം അങ്ങനെ ആ പൈസ മുഴുവൻ മേടിച്ച് അവിടെയുള്ള ജനങ്ങൾക്ക് ഉള്ള ക്ഷേമപ്രവർത്തനം നടത്തേണ്ടതിന് പകരം പുള്ളി മതപ്രസംഗവും നടത്തി, ഈ പ്രോക്സികളെയും പോറ്റി. പിന്നെ കാവൽ പട്ടികൾ, IRGC എന്ന് പറയുന്ന ഒരു ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ്സ് എന്ന് പറയുന്ന ഒരു ഭീകര സംഘടനയെ കൂടെ വളർത്തിയിട്ടുണ്ട്. ഖമേനിക്ക് വേണ്ടി എന്തും ചെയ്യും, ആരെയും കൊല്ലും, എപ്പോഴും കൊല്ലും, എങ്ങനെയും കൊല്ലും, എന്നും കൊല്ലും. ഇപ്പോൾ ഈ കഴിഞ്ഞ ഒരു പ്രൊട്ടസ്റ്റ് ഉണ്ടായത്, അതിനെ കൊന്നത് അവരെ തകർത്തത് ഈ IRGC ആണ്. അപ്പോൾ IRGC ഇതുപോലെയുള്ള ഒരു 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 വിധേയത്വം ഉണ്ടാക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് എല്ലാം കിട്ടും. ജനങ്ങൾ കുടിവെള്ളമില്ലാതെ, ഭക്ഷണം പാകം ചെയ്യാൻ വെള്ളമില്ലാതെ റോഡിൽ മുറവിളി കൂട്ടുമ്പം, ഗ്രാമങ്ങളിൽ മുറവിളി കൂട്ടുമ്പം വലിയ കടുത്ത ശുദ്ധജലക്ഷാമമാണ്. വൈദ്യുതി ഇല്ലാതെ കൂട്ടുമ്പോൾ, ആഹാരം കഴിക്കാനില്ലാതിരിക്കുമ്പോൾ, അവരുടെ ആഹാര രീതികളെല്ലാം വളരെയധികം വ്യത്യസ്തമാണ്. അവർക്ക് ആഹാരമില്ല, അവർക്ക് വസ്ത്രമില്ല ശരിയായിട്ട് ധരിക്കാൻ, ഒന്നുമില്ലാതിരിക്കുമ്പോൾ IRGCക്കാർക്ക് നല്ല ഫ്ലാറ്റുകൾ, നല്ല പോഷ് ഫ്ലാറ്റുകൾ, അവരുടെ കുഞ്ഞുങ്ങൾക്ക് പഠിക്കാനുള്ള എല്ലാ സൗകര്യവും, അവർക്ക് ആവശ്യത്തിന് ശമ്പളവും ഭക്ഷണവും വസ്ത്രവും എല്ലാ സൗകര്യവും കൊടുത്ത് ഏകദേശം 9 ലക്ഷത്തോളം IRGCക്കാരെ വളർത്തുന്നുണ്ട്. പിന്നെ മതപോലീസുണ്ട്. അപ്പം ആ ഖമേനിക്ക് സംരക്ഷണം കിട്ടാൻ, ആ ഭരണം നിലനിർത്താൻ കാവൽ പട്ടികളെ പോലെ ഇവർക്ക് വേണ്ടത് ഇവർക്ക് മാത്രം കൊടുത്തുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ്. സാധാരണ ജനങ്ങൾ ബുദ്ധിമുട്ടിലാണ്. അവർ ഈയിടെ അതിനെതിരായിട്ട് പ്രവർത്തിച്ചു, പക്ഷേ അതിനെ വളരെ ശക്തമായി അടിച്ചമർത്തി. അപ്പം നമുക്ക് തിരിച്ചു വന്നാൽ, ട്രംപ് ശരിക്കും അവിടെ യുദ്ധം ചെയ്യാനല്ല വന്നത്. വേണ്ടി വന്നാൽ ചെയ്യും. ഒത്തിരി പേര് പടക്കം അടിക്കുന്നുണ്ട്. അങ്ങോട്ട് ചെന്ന് ഉടനെ അങ്ങോട്ട് അമേരിക്ക ഒരു കാര്യം ചെയ്താൽ വളരെ ബുദ്ധിപരമായിട്ടേ ചെയ്യത്തുള്ളൂ. അവർ ചെയ്യുന്നപ്പോൾ അഫ്ഗാനിൽ നിന്ന് ഓടിയില്ലേ, പിന്നെ വിയറ്റ്നാമിൽ നിന്ന് ഓടിയില്ലേ, ഇതെല്ലാം ഓടി. പക്ഷേ അവർ ചെയ്യേണ്ട നാശങ്ങളും തടയേണ്ട കാര്യങ്ങളൊക്കെ അവർ ഒരു പരിധി വരെ തടഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ട് ആരുടെയും പരിധിയിൽ വരുത്താൻ ഒക്കത്തില്ല. ഇപ്പം ഈ മതഭീകരന്മാരാണ് ഈ നമ്മുടെ അഫ്ഗാനിസ്ഥാനിൽ. ഈ അഫ്ഗാനിസ്ഥാനിലുള്ള താലിബാനെ ഈ അമേരിക്ക വരച്ച വല്ലതും ചെയ്യാൻ ഒക്കും? ഒന്നും ചെയ്യാനൊക്കത്തില്ല. പിന്നെ കുറച്ചെണ്ണത്തിനെ കൊല്ലും, കുറച്ചെണ്ണത്തിനെ ജീവനോടെ വെക്കും, അവിടെ ചെന്ന് എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ട് അവർ പോകും. അപ്പോൾ അതിന് പല പല കാരണങ്ങൾ പറയും. പക്ഷേ ഇവരെയൊക്കെ തടയണ്ടേ, ആരെങ്കിലും തടയണ്ടേ? അപ്പോൾ ഓരോ രാജ്യത്ത് കയറി എല്ലാ ജനങ്ങൾക്കും എന്ത് കാണിക്കാമോ? നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ ചെയ്യുന്ന പോലെ. ഇന്ത്യയിൽ ഇപ്പോൾ ഭരണം BJPയുടെ ഭരണത്തിൻ്റെ തണലിൽ വടക്കേ ഇന്ത്യയിൽ ബജരംഗ് ദള്, പിന്നെ പെണ്ണുങ്ങളൊക്കെ അങ്ങ് കുന്തളിച്ചങ്ങ് ഇറങ്ങിയിരിക്കുക, ഏതായി ക്രിസ്ത്യാനികളെ പീഡിപ്പിക്കാൻ. അപ്പം ഈ സൗകര്യമുള്ളപ്പോൾ ഇതിങ്ങനെ എല്ലായിടത്തും അങ്ങ് അനുവദിക്കുക. അതാണ്ടിപ്പോൾ പാവപ്പെട്ട ഹിന്ദുക്കളെ ബംഗ്ലാദേശിലിട്ട് കത്തിക്കുക, പച്ചയ്ക്ക് കത്തിക്കുക. എന്തിയാ ഇവൻ്റെ സ്നേഹം, ഹിന്ദു സ്നേഹം? ഒന്നും ചെയ്തില്ലല്ലോ, അവിടെ പച്ചയ്ക്ക് കത്തിച്ചുകൊണ്ടിരിക്കുക. ഇപ്പോഴും ആ പാവപ്പെട്ട ഹിന്ദു പെണ്ണുങ്ങളെ മുഴുവനും ക്രൂരമായി ബലാത്സംഗം ചെയ്യുക.
ഇതൊക്കെ മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന മരവിപ്പിക്കുന്ന സംഭവ പരമ്പരകളാണ് അരങ്ങേറുന്നത്. ആര് പ്രതികരിക്കുന്നു? അതിന് പേരെ ഇവിടെ ചെന്നിട്ട് ആ ഗ്രാമത്തിലുള്ള ആ ക്രിസ്ത്യാനികളെയാണ് പീഡിപ്പിക്കുന്നത്. കാരണം ഏറ്റവും മോശപ്പെട്ട മാർഗമാണ് ക്രിസ്തീയ മാർഗം. ആരും അത് ചെയ്യാതെ ഇച്ഛിക്കുക എന്നൊക്കെയാണ് പറയുന്നത്. പോട്ടെ, അത് നമ്മുടെ വിഷയമല്ല. അപ്പോൾ ഒരു ലോകമഹായുദ്ധം പ്രതീക്ഷിച്ച് ഭീഷണിയോടിരിക്കുന്നവർക്ക് ഒരാശ്വാസവാക്കെന്ന് പറഞ്ഞാൽ യുദ്ധം അറ്റ്ലീസ്റ്റ് ഏറ്റവും നിവൃത്തിയില്ലാത്തൊരു സാഹചര്യത്തിൽ മാത്രമേ യുദ്ധത്തെപ്പറ്റി ട്രംപ് ആലോചിക്കത്തുള്ളൂ. മാത്രമല്ല, ട്രംപിന് യുദ്ധം ചെയ്യണമെങ്കിൽ എടുത്തൊന്നും ചെയ്യാനൊക്കത്തില്ല. അതിനൊക്കെ ഒത്തിരി ഹോംവർക്കുകൾ ചെയ്യണം. ഇറാനെ പോലെ അല്ലെങ്കിൽ വേറൊരു രാജ്യത്ത് പോയി ഒരു നിസ്സാരം ആർക്കെതിരായിട്ട് ചെയ്യുമെന്ന് പറഞ്ഞാൽ, അപ്പം അമേരിക്കയുടെ ഭാഗത്ത് കുറച്ച് ആൾനാശവും കുറച്ച് സാമ്പത്തിക നഷ്ടവും കുറച്ച് ആയുധ നഷ്ടവും ഒക്കെ പാടുള്ളൂ. അതുപോലെ തന്നെ പൊതുജനങ്ങളെ ഒരു രീതിയിൽ ഉപദ്രവിക്കാതിരിക്കാനാണ് അവർ നോക്കുന്നത്. അപ്പം അങ്ങനെ ട്രംപിനെ വട്ടൻ എന്നൊക്കെ വിളിക്കുന്നുണ്ട്. അങ്ങനെ അയാൾ വട്ടനാണെങ്കിൽ അതിൽ കാണിക്കുന്നത് വട്ടായിരിക്കുമല്ലോ, അതെന്തേലും ആട്ടെ. അമേരിക്ക കുറച്ച് കാണിക്കുക. അമേരിക്ക തന്നെയാണ്. അവരെ കണ്ടുപിടിക്കേണ്ട പല കാര്യങ്ങളുമുണ്ട്. അവരെ പുച്ഛിക്കുകയാണ്. നമ്മുടെ കുറച്ച് മഹാന്മാർ യൂട്യൂബിൽ നിന്ന് അവരെ പുച്ഛിക്കുകയാണ്. അമേരിക്കയെ കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമുണ്ട്. രാജ്യത്തിന് വേണ്ടി അവരെന്തും ചെയ്യും. രാജ്യത്തെ ഒറ്റ കൊടുക്കുകയല്ല. ഇവിടെ എത്രമാരാ ഒറ്റ കൊടുത്ത രാജ്യത്തെ ഏതെല്ലാം രീതിയിലാണ് ഇപ്പോഴും ഒറ്റിക്കൊണ്ടിരിക്കുന്നത്. അപ്പം ഒറ്റ കൊടുക്കുന്ന ഒരു സംവിധാനം അതവർ ചെയ്യത്തില്ല. അവർക്ക് ഒരു വലിയ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾസ് ഉണ്ട്. അത് CIA ആയിരിക്കാം, FBI ആയിരിക്കാം. ഇങ്ങനെ പല ഭാഗങ്ങളായിട്ട് അവർ വളരെ ബുദ്ധിപരമായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് ഒതുക്കേണ്ടവനെ ഒതുക്കി, കളക്ട് ചെയ്യേണ്ടിടത്ത് മണി കളക്ട് ചെയ്ത്, വിൽക്കേണ്ടിടത്ത് വിറ്റ്, ബിസിനസ് നടത്തുന്ന ബിസിനസ് നടത്തി അത് ചെയ്യുകയാണ്. അത് നമ്മൾ കണ്ടുപിടിക്കേണ്ട നല്ല കാര്യങ്ങൾ കണ്ടുപിടിക്കണം. അവിടെ എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. അവിടെ ഇഷ്ടം പോലെ ഹിന്ദു ക്ഷേത്രമുണ്ട്. അവിടെ ആരും ഒരു സായിപ്പ് വന്നിട്ട് നേരെ വന്നിട്ട് അവിടെ ഉള്ളൊരു ഹിന്ദു ക്ഷേത്രത്തിൽ കയറി വിളിയടാ യേശു ക്രിസ്തു ഹല്ലേലൂയ എന്ന് വിളിക്കാൻ പറയുന്നുണ്ടോ? ഇവിടെ അലമലാദികൾ കയറി ശ്രീരാമ എന്നാണ് വിളിക്കുന്നത്, ജയ് ശ്രീരാം. ഇതൊക്കെ മനസ്സുകൊണ്ട് ആരെങ്കിലും വിളിക്കുമോ? വിളിക്കേണ്ടവർ വിളിക്കട്ടെ. അത് നിങ്ങളുടെ ഇങ്ങനെയുള്ള മതപരമായ സഹിഷ്ണുതയൊക്കെ കണ്ടുപിടിക്കാനുണ്ട്, പലതും കണ്ടുപിടിക്കാനുണ്ട്. അമേരിക്കയെ പോലെ ഒരു രാജ്യമില്ല. എൻ്റെ അഭിപ്രായം ഞാനിവിടെ നിർത്തുകയാണ്. അമേരിക്കയെ പോലെ ഒരു രാജ്യമില്ലായിരുന്നെങ്കിൽ ഇന്ന് നീയൊക്കെ എങ്ങനെ ആയിരിക്കും എന്നുള്ളത് തീരുമാനിച്ചോണം. അമേരിക്കയെ പോലെ രാജ്യമില്ലായിരുന്നെങ്കിൽ അപ്പം ലോകം ആരുടെ കയ്യിലിരുന്നേനോ എന്നുള്ളത് ചിന്തിച്ചോണം. അത് മാത്രം പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനുള്ള സാധ്യത തീരെ കുറവാണ്. എങ്ങനെയെങ്കിലും ഗവനയെ ടേബിളിൻ്റെ അവിടെ കൊണ്ടുവരണം. അപ്പം ഞാൻ പറഞ്ഞല്ലോ 444 ദിവസം 52 പേര് 444 ദിവസം 52 പേരെയാണ് 52 ഈ അവിടെയുള്ള എംബസി ഉദ്യോഗസ്ഥരെ, മനസ്സിലായോ, ഡിപ്ലോമാറ്റുകളെ, അവർക്ക് പ്രത്യേക സംരക്ഷണമുള്ളതാണ്. അതിനെല്ലാം കവർ ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾ അവർ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അവരെ തടഞ്ഞു വെച്ച് 444 അന്ന് മുതൽ പണി തുടങ്ങിയതാണ്. അന്ന് തടഞ്ഞ വിദ്യാർത്ഥികളെല്ലാം ഇപ്പം പട്ടിണി കൊണ്ട് കോലം കെട്ട് മിക്കത് ചത്തുപോയിട്ടുണ്ടായിരിക്കും. അപ്പം അഹങ്കാരങ്ങൾ കാണിക്കാൻ ഈ മതനേതാവാണെന്ന് പറഞ്ഞാലും മര്യാദ ഇല്ലാതെ പ്രവർത്തിക്കുമ്പം ഇതുപോലുള്ള തിരിച്ചടികൾ കിട്ടും. അതിൻ്റെ അന്ന് മുതൽ തുടങ്ങിയ പണിയാണിത്. മാറി വരുന്ന പ്രസിഡന്റുമാരെല്ലാം ഒരുപോലെ തന്നെ ഈ കാര്യത്തിൽ നിൽക്കുകയാണ്. ആരും ഇതിൽ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. പക്ഷേ അവിടുത്തെ ജനങ്ങളോട് നമുക്ക് സഹാനുഭൂതിയുണ്ട്. അവരോട് നമുക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കേണ്ടത് ആവശ്യമാണ്. ഇനിയൊരു യുദ്ധം ഉണ്ടാകാതിരിക്കട്ടെ. ഒരു ലോകമായ യുദ്ധം ഇതിൻ്റെ പേരിൽ അക്കൗണ്ടിൽ കൊള്ളിക്കാതെ കാര്യങ്ങൾ വളരെ സേഫായിട്ട് മുമ്പോട്ട് പോകാൻ ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ ഈ വീഡിയോ കേട്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം പറഞ്ഞുകൊണ്ടും എൻ്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യണം എന്നും എന്നെ ഫോളോ ചെയ്യണം, എനിക്ക് വേണ്ട എല്ലാ പിന്തുണയും നൽകണം എന്ന് അപേക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ നിർത്തുന്നു. ഒരിക്കൽ കൂടി എല്ലാവർക്കും നന്ദി, നമസ്കാരം.